അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയാൻ പോണത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ്. എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അവർക്ക് വീടില്ല. അവർ ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവളുടെ ഭർത്താവിന് സാലറിയൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് സാലറി കൂട്ടിത്തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ നോർമലായിട്ട് ഒരാൾ എങ്ങനെയാണ് ഓഫീസിൽ സാലറി കൂട്ടിത്തരുമോ എന്ന് ചോദിക്കണം, അതേപോലെയാണ് ചോദിച്ചത്. അപ്പോൾ ഓഫീസിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു സാലറി ഒന്നും കൂട്ടിത്തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ആണെങ്കിൽ പോകാനുള്ള എല്ലാം ഇതാക്കി വെച്ച് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അയാൾ ഭയങ്കര സങ്കടത്തിൽ റൂമിൽ വന്നിട്ട് ഭാര്യയോട് അവളോട് ഇല്ലതെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് കാര്യം, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയാണ്. അപ്പോൾ അവൾ ഇതറിഞ്ഞതിന് ശേഷം അവൾ എന്നോട് വിളിച്ച് ഇതൊക്കെ പറഞ്ഞു. ഇതേപോലെയാണ് കാര്യം, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ ഭയങ്കര വിഷമത്തിൽ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എടി ഞാൻ ഇനി എന്തിനു ചെയ്യണം, എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയും ഇല്ല. എന്നോട് വലിയ പ്രയാസത്തിലാണ് അവൾ വിളിച്ച് പറഞ്ഞത്. അവളെ ഇക്ക ഗൾഫിൽ പോയത് തന്നെ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് പോയത്. ഇക്ക നാട്ടിൽ വന്നാലോ ഞങ്ങൾക്ക് വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2 പെൺമക്കളാണ് അവൾക്ക്. അപ്പം അതിൻ്റെയും കൂടെ എല്ലാ കാര്യങ്ങളായതുകൊണ്ട് അവൾ എന്നോട് വിളിച്ച് ഭയങ്കര സങ്കടത്തിലും ഭയങ്കര പ്രയാസത്തിലും അവൾ കരഞ്ഞുകൊണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കും വളരെ സങ്കടം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യ്, പാതിരാത്രി എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ പറഞ്ഞു. നമസ്കാരത്തിൻ്റെ ദുആ എല്ലാം കഴിഞ്ഞതിന് ശേഷം യാ സ്വമദ് യാ അല്ലാ എന്ന് 1000 പ്രാവശ്യം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് വേണം ചൊല്ലാനായിട്ട് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 1000 പ്രാവശ്യം യാ സ്വമദ് യാ അല്ലാ എന്ന് ചൊല്ലി. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷവും അവൾ ചൊല്ലും, പിന്നെ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും അവൾ ചൊല്ലുമായിരുന്നു. 3 ദിവസം അവൾ തുടർച്ചയായിട്ട് ചെയ്തു. അങ്ങനെ 3-ാമത്തെ ദിവസം അന്ന് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ എടി എൻ്റെ ഇക്ക ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സാലറി കൂട്ടി തന്നു, നാട്ടിൽ പോകണ്ട, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പറയുന്നത് എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരത്തെ ഒരാൾ ഇതേപോലെ തന്നെ സാലറി കൂട്ടി ചോദിച്ചപ്പം അയാൾ പറഞ്ഞു വിട്ടതാണ്. വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു ഇത് കാരണം വേറൊരാൾ ഒരു നല്ല ഇതാകുമ്പോൾ അതിൻ്റെ സന്തോഷം നമുക്കാണല്ലേ കൂടുതൽ വരാറ്. നടക്കില്ല എന്ന് വിചാരിച്ച ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ യാ സമദ് യാ അല്ലാ എന്ന് 1000 പ്രാവശ്യം നമ്മൾ ഓതിയാൽ ഉറപ്പായിട്ടും നടക്കുന്ന കാര്യമാണ്. ഏതാഗ്രഹമാണെങ്കിലും അത് നമുക്ക് നടന്നു കിട്ടും. കാര്യമായാൽ തന്നെയാണ് അതിന് നമ്മളൊരു നിയത്ത് വെക്കണം. നിയത്ത് വെച്ചിട്ട് അല്ലാഹുവേ നീ ഇന്ന കാര്യം എനിക്ക് നീ സാധിച്ചു തരണേ അല്ലാ. ഇപ്പോൾ ഒരു വീട് വെക്കുന്ന കാര്യമാണെങ്കിൽ അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് എനിക്കൊരു വീട് തരണേ എന്നുള്ള ഓരോ നിയത്ത്. ഇപ്പം നമ്മളെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതേപോലെ തന്നെ നമ്മൾ നിയത്ത് വെച്ചിട്ട് ചെയ്താൽ അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണത്. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അത് നടക്കില്ല എന്ന്. പക്ഷെ നമ്മുടെ മനസ്സിൽ അല്ലാഹു നമുക്കത് തരും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് അല്ലാഹു നമുക്ക് ഉറപ്പായിട്ട് തരും. നമ്മുടെ ആ വിശ്വാസം നമ്മുടെ ലക്ഷ്യത്തിലോട്ട് അല്ലാഹു എത്തിക്കും. ഇസ്മിൻ്റെ എണ്ണമൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് ക്ഷമ വേണം. കാരണം നമ്മളിപ്പോൾ ഒരു ഇസ്മ ചൊല്ലുവാണെങ്കിൽ നമ്മൾ അത് ഇത്ര നാളായില്ലേ, ഇത്ര മാസമായില്ലേ, ഇത്ര കൊല്ലമായില്ലേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു വിശ്വാസം വെച്ചിരിക്കണം. എന്താ പറയുക, അല്ലാഹു എനിക്കത് തരും, അല്ലാഹു എനിക്കത് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ നോക്കൂ, ഇത് ഉറപ്പായിട്ടും നടക്കുന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇതേപോലെ വല്ല വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ വല്ല ഉണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് ചെയ്താൽ അത് ഉറപ്പായിട്ടും തന്നെ മാറും. അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.